വിശ്വാസവും കരുതലും നൽകുന്ന ഒരു സേവനമാണ് നഴ്സിംഗ്. ഫ്ലോറൻസ് ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപികയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ചെയ്ത സേവനം ഏറ്റവും പ്രശംസനീയമാണ്. യുദ്ധത്തിൽ മുറിവേറ്റതായ പട്ടാളക്കാരെ രാവും പകലും ശുശ്രൂഷിച്ച് ആശ്വാസവും കരുതലും ഒരു മാതൃകയാണ്. സേവന മനോഭാവമില്ലാതെ വിജയകരമായ നഴ്സിംഗ് ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. സുവിശേഷം പറയുവാൻ ഒരു നല്ല വേദി കൂടിയാണ് നഴ്സിംഗ്. നല്ല ശമരിയക്കാരന്റെ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു നല്ല ശമരിയക്കാരുടെ ശുശ്രൂഷയാണ് എടുത്തു കാണിക്കുന്നത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ പരന്നു പിടിക്കുന്ന ഈ കാലത്ത് തങ്ങളുടെ ജീവനെ തന്നെ അപായപ്പെടുത്തിയാണ് നഴ്സസ് സേവനം ചെയ്യുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ നഴ്സിംഗ് ഒരു പ്രൊഫഷൻ മാത്രമല്ല, സേവനം കൂടിയാണെന്ന് ഉറപ്പിച്ചു പറയുവാൻ കഴിയും. ഇന്റർനാഷണൽ നഴ്സസ് ഡേയുടെ 2010 തീം എന്താണ്? ഡെലിവറിംഗ് ക്വാളിറ്റി ആൻഡ് സർവിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് നഴ്സസ് ലീഡിംഗ് എ ക്രോണിക് കെയർ. ഒരു നഴ്സസിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ശാന്തമ്മ സിസ്റ്റർ ഇപ്പൊ നമ്മോട് ഷെയർ ചെയ്യും. ക്വാളിറ്റീസ് നമ്പർ 1, നല്ല ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും ഉണ്ടായിരിക്കണം. ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. സ്ട്രോങ് മെന്റാലിറ്റി ഉണ്ടായിരിക്കണം. ദൈവം കരുണയുള്ളവരായിരിക്കണം. ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ളവരായിരിക്കണം. എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവരായിരിക്കണം. ആൻഡ് റെസ്പെക്ട് ഫോർ പീപ്പിൾ ആൻഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ലൈക്ക് ആൻ ഏഞ്ചൽ ഫോർ ദ പേഷ്യൻസ്. സിസ്റ്റർ, യാത്ര ചെയ്യുമ്പോൾ റോഡരികിൽ യാദൃശ്യമായിട്ട് ഒരു രോഗി റോഡ് ആക്സിഡന്റായിട്ട് ആരും സഹായിക്കാനില്ലാതെ കിടക്കുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഉഷയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും?